മാണി കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് ഹൈക്കോടതി ശരിവെച്ചു. കീഴ്ക്കോടതി വിധിയെ ശരിവെച്ചിരിക്കുന്നു. നിലവിൽ അതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ അനുരണനങ്ങളാണ് നിലവിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നേതാക്കൾ, UDF നേതാക്കൾ ഒന്നടങ്കം കുറെ പേർ പ്രത്യക്ഷത്തിലും ബാക്കിയുള്ളവർ പരോക്ഷമായും അദ്ദേഹത്തിന്റെ രാജി നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേതാക്കളെല്ലാം കൊച്ചിയിലേക്ക് നിലവിൽ തിരിച്ചിട്ടുണ്ട്. VM സുധീരൻ വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UDF ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾക്ക് കൂടി കാതോർത്തിരിക്കുകയാണ് കേരളം. നേരത്തെ ഇക്കാര്യത്തിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയിരുന്നു. ഇനി വൈഡായ ഒരു ചർച്ചയിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല, വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, കൂടി ആലോചിച്ച വളരെ സജീവമായി വളരെ പെട്ടെന്നൊരു മറുപടി എടുക്കണം എന്ന്, അതായത് പരോക്ഷമായി രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു മാണിയുടെ എന്ന തരത്തിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കേരള കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ, ഉള്ളിൽ നിന്ന് തന്നെ വളരെ സജീവമായിട്ട് രാജി ആവശ്യം നിലവിൽ ഉയരുന്നുണ്ട്. കൊച്ചിയിലാണ് നിലവിൽ കേരള കോൺഗ്രസ് ചെയർമാൻ മാണി, അദ്ദേഹം നിലവിൽ കൊച്ചിയിലാണ് ഉള്ളത്. പക്ഷേ എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ അറിവുകൾ ലഭിക്കുന്നില്ല. വിവിധ നേതാക്കളെ അദ്ദേഹം ഫോണിൽ നിലവിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. അതേസമയം മുഖ്യമന്ത്രി അടിയന്തരമായി കൊച്ചിയിലേക്ക് പോയി എന്ന വാർത്ത കൂടിയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. UDF ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടിയാണ് കേരളം കാതോർത്ത് നിലവിൽ ഇരിക്കുന്നത്. വലിയ തരത്തിലുള്ള വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് സർക്കാരിനുണ്ടായത്, മാണിക്ക് ഉണ്ടായത്. ഇപ്പോൾ ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് SFI മാർച്ച് നടത്തി. അതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.